പാകിസ്ഥാന്റെ കാര്യം ഭയങ്കര രസമാണ്. കയ്യിലാണെങ്കിൽ ആരുടെയും കയ്യിൽ 5 പൈസയുമില്ല. മുഹറം എന്ന പെരുന്നാൾ ആഘോഷം അടുക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് നേതാക്കളുടെ തള്ളൽ പ്രസ്താവനകൾ മാത്രമല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള യാതൊന്നും ലഭിക്കുന്നുമില്ല. ഇപ്പോഴാ ഏറ്റവും നല്ല വേറൊരു കോമഡി വന്നിരിക്കുകയാണ്. നല്ല ശുദ്ധമായ പശുവിന്റെ പാൽ എന്നറിയപ്പെടുന്ന പാലിന് ഏറ്റവും ഉയർന്ന വില നൽകേണ്ടി വരുന്ന ഒരവസ്ഥ. 1 ലിറ്റർ പാലിന് 150 രൂപ വരെയാണ് വാങ്ങിക്കുന്നത്. ഇതിനു പുറകിലും പാകിസ്ഥാനികളുടെ കള്ളക്കരങ്ങൾ തന്നെയാണുള്ളത്. ആ വാർത്തയിലേക്ക്. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ പാൽ വിലയിൽ വൻ വർധനവ്. മുഹറത്തോടനുബന്ധിച്ചാണ് പാൽ വില നിയന്ത്രണാതീതമായി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. കറാച്ചിയിലും സിന്ധ് പ്രവിശ്യയിലും 120 രൂപ മുതൽ 150 രൂപ വരെയാണ് വില. പെട്രോൾ വിലയേക്കാളും ഉയർന്നു നിൽക്കുകയാണ് പാകിസ്ഥാനിൽ പാലിന്റെ വില എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പെട്രോളിനും ഡീസലിനും പാകിസ്ഥാനിൽ യഥാക്രമം 113 രൂപയും 91 രൂപയും മാത്രമാണ് വില. ഒരിക്കലും പാലിന് ഇത്രയും വില ഉയർന്നിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ സർക്കാർ തീരുമാനിച്ച പാലിന്റെ ഔദ്യോഗികമായ വില ലിറ്ററിന് 94 രൂപ മാത്രമാണ്. വ്യാപാരികൾ നിശ്ചയിച്ച വില 110 രൂപയും. മുഹറത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾക്ക് പാൽ, വെള്ളം, ജ്യൂസ് എന്നിവ നൽകാനായി സ്റ്റാളുകൾ തുറന്നിട്ടുണ്ട്. ഇതോടെ പാലിന്റെ ഡിമാൻഡ് കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൂടാതെ പാൽ ലഭ്യത പരിമിതപ്പെടുത്തി വ്യാപാരികൾ തന്നെ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിച്ചതും പാലിന്റെ വില വർധനയ്ക്ക് കാരണമായി. വില വർധനയെ തുടർന്ന് സെപ്റ്റംബർ 13 ഓഹരി ഉടമകളുടെയും ഡയറി ഉടമകളുടെയും ചർച്ചയും നടത്തും. വ്യാപാര നിരക്ക് നിയന്ത്രണ ബ്യൂറോ സ്പെഷ്യൽ ചീഫ് ഡോക്ടർ ഖാദുമൽ ജീവനാണ് ചർച്ച വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഒരു കടയുടമ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതിനു മുമ്പ് ഒരിക്കൽ പോലും പാലിന് ഇത്ര വില ഉയർന്നിട്ടില്ല. പാകിസ്ഥാനിലാണെങ്കിൽ സാമ്പത്തിക രംഗം ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അതും വില വർധനവിന് കാരണമായിട്ടുണ്ട്. പുണ്യമാസത്തെ ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്നവർക്ക് പാൽ, ജ്യൂസ്, തണുത്ത വെള്ളം, മറ്റ് ശീതളപാനീയങ്ങൾ എന്നിവ നൽകുന്നതിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റാളുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഇത് മുന്നിൽ കണ്ടാണ് മുഹറം നാളിൽ പാലിന് വില ഏറിയത്. എന്നാൽ തങ്ങൾ എല്ലാ വർഷവും പാൽ സബിൽ സ്ഥാപിക്കുന്നു. പാൽ വില വർധനവ് കാരണം ഈ വർഷം ഇത് ഒഴിവാക്കാൻ കഴിയുന്നില്ലെന്നും സബിൽ സ്ഥാപിച്ച ഒരു ജീവനക്കാരൻ പറഞ്ഞു. അതേസമയം പാൽ വില നിയന്ത്രിക്കുന്നതിന്റെ ഉത്തരവാദിത്തമുള്ള കറാച്ചി കമ്മീഷണർ പാലിന്റെ അമിത നിരക്കിനെതിരെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. വിരോധാഭാസം എന്തെന്നാൽ കമ്മീഷണർ ഓഫീസ് നിശ്ചയിച്ച പാലിന്റെ ഔദ്യോഗിക വില ഇപ്പോഴും ലിറ്ററിന് 94 രൂപയാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? സർക്കാർ ഒരു വില നിശ്ചയിക്കുന്നു, വ്യാപാരികൾ വേറെ തോന്നിയ വിലയ്ക്ക് കൊള്ളലാഭത്തിന് വേണ്ടി മാത്രം സാധനങ്ങൾ വിൽക്കുന്നു. ഇനിയും ഇങ്ങനെ പോയാൽ പാകിസ്ഥാന്റെ നില കൂപ്പുകുത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.